ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെടിയുടെ ഇലകളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് കറുകപ്പുല്ലാണ്. കറുകപ്പുല്ല് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് ഔഷധക്കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ കറുകപ്പുല്ലിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുകപ്പുല്ല് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നത്തെ കുട്ടികൾക്ക് അറിയണ്ടായിരിക്കില്ല. നമ്മൾ ബലിയൊക്കെ ഇടാൻ ഉപയോഗിക്കുമ്പോൾ കറുക ഉപയോഗിക്കും. അപ്പോൾ കറുകയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറിവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുറിവുകൾക്ക് ഉണ്ടാകുന്ന രക്തസ്രാവം കുറയ്ക്കാനായിട്ട് കറുക അരച്ച് പുരട്ടുന്ന പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കറുകയുടെ നീരുണ്ടല്ലോ, കറുകയുടെ നീര് നമ്മൾ പാലിൽ ചേർത്തിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഡികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം അതുപോലെ തന്നെ BP കുറയാനും ഒക്കെ നല്ലതാണ്. കറുക നീര് ദിവസവും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറും BPയും ഒക്കെ കുറയും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന നേരത്തെ ഞാൻ പറഞ്ഞു മുറിവുകളിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന അതുപോലെ ചർമ്മരോഗങ്ങൾക്കും വളരെ നല്ലതാണ്. അലർജി, ചർമ്മരോഗം, ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ വയറിലെ ആസിഡിറ്റി അതുപോലെ നമുക്ക് അൾസർ ഇതൊക്കെ മാറാനായിട്ട് കറുക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആയുർവേദ മരുന്നുകളുടെ പലതിൻ്റെയും കൂട്ടത്തിൽ കറുകപ്പുല്ല് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറുകപ്പുല്ല് ഒന്ന്. രണ്ടാമത് ഞാൻ പറയുന്നത് തേക്കിൻ്റെ ഇല. തേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ വാതിലും കട്ടിലൊക്കെ ഉണ്ടാക്കാനായിട്ട് തേക്കിൻ്റെ മരം ഉപയോഗിക്കും. പണ്ട് കാലങ്ങളിൽ നമുക്ക് മീനൊക്കെ പൊതിഞ്ഞ് തരുന്നുണ്ടായിരുന്നത് തേക്കിൻ്റെ ഇലയിലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് ഓടിട്ട വീടുകളിൽ തട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പം ഞാനൊക്കെ കുഞ്ഞു കുട്ടിയാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ വീടിൻ്റെ തട്ട് പൊളിച്ച് കഴിഞ്ഞ് ഒരു പ്രാവശ്യം വർഷങ്ങൾ എത്രയോ കഴിയുമ്പോഴായിരിക്കാം പണിയുക. എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് അത് ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ തറവാട്ടിൽ പൊളിച്ച് പണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ തട്ട് നിരത്തി കഴിഞ്ഞ് അതിന് മുകളിൽ തേക്കിൻ്റെ ഇല ഇട്ടിട്ട് ആണ് മണ്ണിടുന്നത് കേട്ടോ. അപ്പോൾ ഈ തേക്കിൻ്റെ ഇല ദ്രവിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലേക്ക് ചെതൽ പിടിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ തേക്കിൻ്റെ ഇല എന്ന് പറയുന്നത്, അപ്പോൾ ആയുർവേദത്തിൽ കറുകപ്പുല്ലിനോളം പോലെ തന്നെ തേക്കിൻ്റെ ഇലയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് പൊള്ളൽ, അലർജി, ചൊറിച്ചിൽ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേക്കിൻ്റെ ഇല ഉപയോഗിച്ചിട്ടൊക്കെ മാറ്റും. തേക്കിൻ്റെ തളിരില ഉപയോഗിച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ തേക്കിൻ്റെ തളിരില കാച്ചി എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ, മുഖക്കുരുവിൻ്റെ പാടുകൾ, ആണുങ്ങളൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കറുത്ത പാടുകൾ വരില്ലേ, ആ പാടുകൾ പോകുന്നതിന്, അലർജികൾ മാറുന്നതിന്, ചൊറിച്ചിൽ, വട്ടച്ചൊറി ഇതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ തീ പൊള്ളി കഴിഞ്ഞാൽ അവിടെ പുരട്ടാനായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ പൊള്ളലിൻ്റെ പാടൊക്കെ മാഞ്ഞു പോകുന്ന പറയുന്നത്. അപ്പോൾ കറുത്ത പാടുകളൊക്കെ മാഞ്ഞു പോവും. അപ്പോൾ മുഖത്ത് നമുക്കൊരു സൗന്ദര്യ ലേപനം പോലെ പുരട്ടാനും വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ചൂടുകുരു, അതുപോലെ തന്നെ വിയർപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ കുരുവൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ കുരുവൊക്കെ ഉണ്ടാവുന്നത് മാറുന്നതിനും തേക്കിൻ്റെ ഇല എണ്ണ കാച്ചി തേക്കുന്നതും അല്ലെങ്കിൽ തേക്കിൻ്റെ ഇലയുടെ നീര് പുരട്ടുന്നതും വളരെ നല്ലതാണ്. കാരണം തേക്കിൻ്റെ ഇലയ്ക്ക് തണുപ്പുള്ള സ്വഭാവമാണ് അത്ര. അപ്പോൾ ആ തണുപ്പുള്ള സ്വഭാവം കൊണ്ടാണ് നമുക്ക് ആ ചൂടുകുരു ഇതൊക്കെ മാറുന്നത് എന്നാണ് പറയുന്നത്. തേക്കിൻ്റെ ഇല തേക്കിൻ്റെ ഇല ഇട്ടിട്ട് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണ്. താരൻ പോകുന്നതിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ചൊറിച്ചിൽ, അലർജി ഇതൊക്കെ മാറാനും വളരെ നല്ലതാണ്. ചെറിയ മുറിവുകൾ ഉണങ്ങാനും അതുപോലെ മുറിവുകളുടെ മുകളിൽ പുരട്ടാനും ഒക്കെ തേക്കിൻ്റെ നീരും അതുപോലെ തന്നെ എണ്ണ കാച്ചി തേക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ തേക്കിൻ്റെ ഇല ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നത് തേക്കിൻ്റെ തളിരില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ടോ അങ്ങനെ ഇട്ടിട്ട് കാച്ചി നമുക്ക് നല്ല ചുവന്ന കളറാക്കുന്നത് വരെ കാച്ചി എടുത്ത് തണുത്ത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു ഡബയിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 ഇലകളുടെ ഗുണങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ 2 ഇലകളുടെ ഗുണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 ഇലകളുടെ ഗുണങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു എണ്ണ കാച്ചുന്നത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേക്ക്. ആ ചുവന്ന കളറിൽ കാണുന്നതാണ് തേക്കിൻ്റെ തൂമ്പ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് ഈ തേക്കിൻ്റെ തൂമ്പ് കയ്യിൽ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇട്ട പോലെ ചുവന്ന കളർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തേക്കിൻ്റെ തൂമ്പാണ് നമ്മൾ പൊട്ടിച്ചേക്കണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേക്കിൻ്റെ ഇല ഇട്ട് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ.
അതുപോലെ ഇത് കറുക നമ്മൾ ബലികർമ്മത്തിനൊക്കെ ഉപയോഗിക്കും. കറുകമാല ഗണപതിക്കൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അതുപോലെ തന്നെ കറുക നീര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മലബന്ധം മാറാനും അതുപോലെ ഞാൻ പറഞ്ഞു BP ഒക്കെ കുറയാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറുകപ്പുല്ലും അതുപോലെ തന്നെ ഈ തേക്കിൻ്റെ തൂമ്പും പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ കൈകൊണ്ട് നുള്ളി എടുക്കുക അങ്ങനെ ചെയ്തോളൂ. ഞാൻ മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞുള്ള തേക്കിൻ്റെ തൂമ്പും അതുപോലെ കറുകപ്പുല്ലും ഉണ്ടല്ലോ, അതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. തേക്കിൻ്റെ തൂമ്പ് മാത്രം ഇട്ടും എണ്ണ കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെയും ഗുണങ്ങളുള്ള രണ്ടും കൂടിയിട്ട് എണ്ണ കാച്ചിയെടുക്കുമ്പോൾ നല്ലതല്ലേ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എണ്ണയൊക്കെ കാച്ചി തണുത്ത് കഴിഞ്ഞപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചുവന്ന കളറുള്ള എണ്ണയാണ്. ആ തേക്കിൻ്റെ തൂമ്പ് ഞാൻ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ കൈയൊക്കെ ചുവന്ന കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അത്രയും ചുവന്ന കളറിലുള്ള എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്തെ പാടുകൾ മായാനും, ഞാൻ നേരത്തെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു, ഇനി വീണ്ടും പറയണില്ല. മുഖത്തിന് നമ്മുടെ ചർമ്മം ഒന്ന് ഗ്ലോ ആവാനും സ്കിന്നൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആവാനും പാടുകൾ പോയിട്ട് നന്നായിട്ട് വൃത്തിയാവാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അലർജി, ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മാറും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ കുറച്ച് എണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ഇടയ്ക്കിടയ്ക്ക് തീപ്പൊള്ളലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, എണ്ണ തെറിച്ചിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ചൂടുള്ള പാത്രങ്ങളിലൊക്കെ പിടിച്ചിട്ടൊക്കെ. അങ്ങനെയുള്ള സമയത്ത് ആ പാടുകളൊക്കെ പോവാനും പൊള്ളിയ ഭാഗത്ത് തേക്കാനൊക്കെ വളരെ നല്ലതാണത് കേട്ടോ. പിന്നെ ഇനി ഞാനിതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ടാണ് ഞാൻ ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ്. നമുക്ക് നിത്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മുഖത്താണെങ്കിലും ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തീപ്പൊള്ളിയിലൊക്കെ ഉപയോഗിക്കുന്നതിനും കേട്ടോ. അപ്പോൾ ഈ എണ്ണ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.